സോ ഞങ്ങള് കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. എന്താ ഒരു വീഡിയോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ എന്ത് ടോപ്പിക് അല്ലെങ്കിൽ എന്ത് കോണ്ടന്റ് ആണ് ചെയ്യേണ്ടത്, നീച്ച് എന്താവണം എന്നുള്ള ഒരു കൺഫ്യൂഷനില് ഇങ്ങനെ നീണ്ടു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതിലെന്താ വരാൻ പോണത് എന്ന് ചോദിച്ചാലും ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഐഡിയ ഉള്ള 1-2 കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെറിയ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്താല് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 1-2 കാര്യങ്ങളുണ്ട് ചെയ്യാനുള്ള ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു മെയിൻ നിയത്ത് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരു ഇൻട്രോ വീഡിയോ എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോ ഇൻട്രോയില് ഞങ്ങള് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ശരിയാണ്, അവള് ഇച്ചിരി എക്സ്ട്രോവേർട്ടാണ്, ഞാൻ ലൈക്ക് ഒരു ആംബിവേർട്ടാണ്. എനിക്ക് രണ്ടും കൂടെ എന്താ പറയാ, സംസാരിക്കാനൊക്കെ കുറച്ച് ഇച്ചിരി ഭയമുള്ള ഒരു ടൈപ്പാണ് ഞാൻ. ഈ 2 ഗ്ലാസ് ഞങ്ങൾ ഇതിന് മുന്നേ വരെ ഇതുവരെ തൊട്ടിട്ടില്ല. ഈ 2 ഗ്ലാസ് ഇവിടെ എടുത്തതിന്റെ ഉദ്ദേശം തന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു എസ്തറ്റിക് വൈബ് കൊണ്ടുവരാം. ഇവിടെ ഒരു ചെടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി നമ്മള് 10 കൊല്ലത്തെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങളെ കൂടെ വേറെ 2 ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിവിടെ ഹൈദരാബാദിൽ സെറ്റിൽഡായി. അങ്ങനെ ഞാന് ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവള് ഫസ്റ്റ് ഹാഫ് നീ പറ, ബാക്കി ഞാൻ പറയാം. ഞാൻ വന്നതിന് ശേഷം ഞാന് ജോലി തെണ്ടി അങ്ങനെ ഞാൻ അവിടെ എത്തി. അങ്ങനെ കുറച്ചു കാലം ഞാൻ ഇവിടെ ഇങ്ങനെ ഞാൻ ടീച്ചറാണ്, ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഞാന് നാട്ടിലെ കോളേജിൽ പഠിപ്പിച്ചിട്ട് പിന്നെ ഇവിടെ അവിടെ പട്ടിണി പരിവട്ടമായപ്പോ ഞാൻ ഹൈദരാബാദിലോട്ട് കയറി വന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടില് വെക്കേഷന് പോയ സമയത്താണ് ഇവിടെ വിളിക്കണതും. ഞാൻ അപ്പോ എന്റെ BEd കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ലൈക്ക് മെയില് BEd കഴിഞ്ഞു, എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നു. ഇനി എന്ത് ചെയ്യും ഒരു ഐഡിയ ഇല്ല, എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവളെ കോൾ ചെയ്തു, ഇവളെ ഇങ്ങോട്ട് കോൾ ചെയ്തു. അപ്പൊ ഞാനങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞു, എടി അവിടെ വല്ല ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ, ഞാനും അങ്ങോട്ട് വരാം. ചുമ്മാ പറഞ്ഞതാണ്. പിറ്റേ ദിവസം അവള് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു. കാരണം എന്താ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ച് എന്താ പറയാ എവിടെ പോവാൻ ആരും നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധി തട്ടിയത്. ഞാൻ ഉടനെ അന്ന് രാത്രി തന്നെ എന്റെ കോർഡിനേറ്റർക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു അടിപൊളി കാൻഡിഡേറ്റ്സ് ഉണ്ട്, നാം എന്താ ചെയ്യേണ്ടത്, നമുക്ക് കൊണ്ടുവന്നാല് നമ്മളെ എന്താ പറയാ സ്കൂളിന്റെ അതൊരു മുതൽക്കൂട്ടായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മാം വീണു. അങ്ങനെ CV അയച്ചു കൊടുത്തു. പിറ്റേന്ന് ഡെമോ ആയി. പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഡെമോ ചോദിച്ചു. അവര് വീഡിയോ കോളിൽ വന്നു, എന്നിട്ട് ഡെമോ എടുത്തു. അത് കഴിഞ്ഞ് അന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഫാസ്റ്റ് ഫോർവേഡ്. ഞങ്ങളിപ്പോ എവിടെയാണ് ഉള്ളത്? ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് നിൽക്കുന്നത്. നമ്മളൊരു ഫ്ലാറ്റ് സെറ്റപ്പ് ഒക്കെ ആണ്. ആദ്യം ഒരു ചെറിയ ഫ്ലാറ്റ് ആയിരുന്നു ഇതിന്റെ ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ താഴെ. പക്ഷെ അത് ഒരു 1 BHK ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷമാണ് നമ്മള് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളൊരു വീടെടുത്തെന്നൊക്കെ പറയുമ്പോൾ വേറെ രീതിയിൽ ചിന്തിക്കണം. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് മാത്രമാണ്. മറ്റേതിലൊന്നും അങ്ങനെയുള്ള വെരി പ്യോർ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങള് 2 BHK, 2 പ്രൈവസി വേണമല്ലോ. അങ്ങനെ അപ്പൊ അങ്ങനെ പറയുമ്പോ കുഴപ്പമില്ല. 2 പ്രൈവസി വേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 2 BHK അത്യാവശ്യം പ്രശ്നമില്ലാത്ത ഒരു അപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ കഴിഞ്ഞ മാസം ഈ മന്ത് 1 മന്ത് കഴിഞ്ഞു ഞങ്ങളിവിടെ കയറിയിട്ട്. അപ്പൊ വീടൊന്നും അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ ഇപ്പോഴും ആ ഒരു ഇതിന്റെ പ്രോസസ്സിലാണുള്ളത്. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ 2 പേരും ഇംഗ്ലീഷാണ് പ്രൊഫഷൻ. അപ്പോ ഞാൻ എന്റെ ജോബ് പറഞ്ഞില്ല, ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ. സെയിം അവള് വർക്ക് ചെയ്യുന്ന അതേ സ്കൂളിന്റെ വേറെ ബ്രാഞ്ച്, സെയിം സ്കൂളാണ്. സ്കൂളിന്റെ പേര് ഇപ്പൊ വെളിപ്പെടുത്തണ്ട. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറെ കാലമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എടുത്താലോ എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊരു അറിവുണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഒരു ഏരിയ ആണ് സ്കിൻ കെയർ.
അപ്പൊ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ലെങ്കിലും ചെയ്യാറുണ്ട്. അതെ, ചെറിയ രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അത്യാവശ്യ രീതിയിൽ റിസർച്ച് ചെയ്യാറുണ്ട്. പൈസ കൂടുമ്പോ കാട്ടുന്ന ഒഴിവാക്കുന്നു, പൈസ ഉണ്ടാവുമ്പോൾ കാട്ടിലേക്ക് വരുത്തുന്നു. അങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്, റിലീജിയസ്ലി അപ്ലൈ ചെയ്യാറുണ്ട്. ചില പ്രോഡക്ട്സ് ഒക്കെ എന്താ പറയാ റിസൾട്ട് വന്നിട്ടുണ്ട്. ആവാറുണ്ട്, ചിലത് ചിലത് വർക്ക് ആവാറുണ്ട്, ചിലത് ഫ്ലോപ്പ് ആവാറുണ്ട്. അങ്ങനെ വർക്ക് ആയ കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് പറയാം. ആൾക്കാർക്ക് എന്താ പറയാ, നമ്മളെ ഓഡിയൻസിൽ ഇങ്ങനെയുള്ള കോണ്ടന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഭയങ്കര നോർമൽ ആയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവള് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ല അവള് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടാളെ പ്രോഡക്ട്സ് നമുക്ക് ഒരു സ്കിൻ കെയർ മാത്രമല്ല, നമുക്ക് എന്തൊക്കെയാണോ ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു ലൈഫ് അപ്ഡേറ്റ് പോലെ എങ്ങനെയാണ് നമുക്ക് ഹൈദരാബാദ് അതിനെ പറ്റിയിട്ട് ഒരു ഇതാക്കാം, ഇവിടെ എങ്ങനെ സ്കൂളിൽ കയറണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാം. അതേപോലെ തന്നെ വേറെ സ്ഥലങ്ങളോട്ട് ഞങ്ങൾക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. അത് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാന് ഒരു കാരണം ഞങ്ങൾക്ക് ഉണ്ട്, അതിപ്പോ പറയുന്നില്ല, വഴിയെ പറയാം അല്ലെ. അതെ, ഞങ്ങളുടെ പാളിപ്പോയാലോ അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അങ്ങനത്തെ കുറെ നമ്മൾ പ്രൊഫഷണൽ രീതിയിലുള്ള കരിയർ വൈസ് ആയിട്ടുള്ളതാണെങ്കിലും സ്കിൻ കെയർ, പിന്നെന്താ പറയാ നമ്മള് റിലേഷൻഷിപ്സ്, പിന്നെ അതേപോലെ ട്രാവൽ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്സ്. നമ്മൾ അങ്ങനെ ഫുഡീസ് ഒന്നല്ല, പക്ഷെ നല്ല ഫുഡ് ഒരുപാട് കഴിച്ച് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്ന രണ്ടാൾക്കാരാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ പോലെ. പിന്നെ അതേപോലെ തന്നെ നമ്മള് കുക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ കുക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നോർമലി നമ്മള് കുക്ക് ചെയ്യാറാണ്. അതെ, എപ്പോഴെങ്കിലൊക്കെയാണ് ഞങ്ങൾ സാധാരണ വീട്ടിലുള്ള ഫുഡ്. അപ്പൊ ഇങ്ങനത്തെ ഇതാണ് കോണ്ടന്റ്സ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് അല്ലേ? ഇൻട്രൊഡക്ടറി വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ്. ഇത് ഞങ്ങളെ ഫ്രണ്ട്സ് കണ്ടിട്ട് ഞങ്ങള് പഞ്ഞിക്കിടുന്നത് ആലോചിച്ചിട്ട് ഇടണോ ഇടണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ് ഞങ്ങൾ രണ്ടുപേരുള്ളത്. പക്ഷെ ഞങ്ങള് ധൈര്യപൂർവ്വം നിങ്ങളെ കയ്യിൽ, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദയവേദിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടന്റ്സ് ഞങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ വിൽ ഡു ദാറ്റ്. അപ്പോൾ വി ആർ സ്റ്റാർട്ടിംഗ് ഓഫ് ഒഫീഷ്യലി. ഓക്കെ, താങ്ക് യു, ബൈ.